വാർത്തകളിലൂടെ പുറത്തുവരുന്നത് ശരിയാണെങ്കിൽ സിറോ മലബാർ സഭയിൽ തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. നിക്ഷിപ്ത താൽപര്യക്കാരെങ്കിലും പുതിയ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കാര്യങ്ങൾ ഭംഗിയായി പോകുമെന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് പ്രശ്നം പരിഹരിക്കുമെന്ന ആത്മസന്തോഷത്തിലാണ്. ഒന്ന് സുഖമായി ഉറങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി പിതാവ് നല്ല ഉറക്കത്തിലാണ്. ദുരഭിമാനം കൈമുതലാക്കി സഭയിൽ ഇടർച്ചയുണ്ടാക്കിയ എല്ലാവരും ഇത് കണ്ട് ലജ്ജിക്കണമെന്നാണ് ഒരു വൈദികൻ പങ്കുവച്ചത്. കുർബാന എങ്ങോട്ട് തിരിഞ്ഞു ചൊല്ലിയാലും അത് വിശ്വാസിയെ ബാധിക്കുന്നില്ലെന്ന് പറയുന്നവരോട് അനുസരണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് ഓർമ്മിപ്പിക്കണം. സഭാ സിനഡ് ഒരു തീരുമാനമെടുത്താൽ അത് മെത്രാന്മാർക്കും വൈദികർക്കും വിശ്വാസികൾക്കും ഒരുപോലെ ബാധകമാ. അത് നടപ്പിലാക്കണം. നിങ്ങളിൽ ഒന്നിലധികം പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ അതിന് മതിയെ കാണുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഒരുമിച്ച് ഒത്തൊരുമയോടെ കൂടി എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുക. കഴിഞ്ഞ കുറേ കാലമായി സഭയിൽ അരങ്ങേറിയിരുന്ന അനുചിതമായ കാര്യങ്ങൾ ഇനിയും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. പ്രതിപാദിക്കാൻ കൊള്ളാവുന്ന കാര്യമല്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും തുറന്നു കിട്ടിയപ്പോൾ എല്ലാവരും പഴയ ഒത്തൊരുമയോടെ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുക എന്ന് പറയുന്നവരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ ബസിലിക്കയുടെ മുന്നിൽ സത്യാഗ്രഹം കിടക്കുന്ന സ്ത്രീകളെ, വീട്ടമ്മമാരുടെ കണ്ണീരൊന്ന് കാണണം. മേജർ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ ആലഞ്ചേരിയോട് സഭയിലെ ചില വൈദികരും അവരുടെ കയ്യാളന്മാരും ചെയ്തത് മുഴുവൻ തെറ്റാണ്. കർദിനാന്റെ പേരിൽ വ്യാജമായി കേസ് ചമച്ച് കള്ളസാക്ഷ്യം പറഞ്ഞത് പൊറുക്കാനാവാത്ത തെറ്റ്. അത് ആലഞ്ചേരി പിതാവ് ദൈവനാമത്തിൽ ക്ഷമിച്ചു. മാലാഖമാരുടെ ഭാഷയിൽ സംസാരിച്ചാലും മാലാഖമാരോടൊപ്പം ജീവിച്ചാലും നിങ്ങളിൽ സ്നേഹമില്ലായെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ കിലുങ്ങുന്ന കൈത്താളമോ ആണ് നിങ്ങളെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ളത് വിശ്വാസികളെ പഠിപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ്. ഏതായാലും തട്ടിൽ പിതാവ് മുൻകൈയെടുത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒത്തൊരുമയോട് കൂടി പോകാൻ തീരുമാനിക്കണമായിരുന്നു. കേരളത്തിലെ സിറോ മലബാർ സഭ ഒരു ശക്തിയായിരുന്നു. ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ പ്രവൃത്തി മൂലമാണ് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിൽ തലകുനിക്കേണ്ട സ്ഥിതി വന്നത്. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ഇത്രയൊക്കെയായ സ്ഥിതിക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തി സിനഡ് എടുത്ത തീരുമാനം അവരെ ബോധ്യപ്പെടുത്തി തർക്കങ്ങളും വഴക്കുകളും കേസുകളും ഒക്കെ അവസാനിപ്പിച്ച് സഭ ഒറ്റക്കെട്ടായി പോകണം.